എല്ലാ മനുഷ്യരോടും അള്ളാഹുവിൻ്റെ ഒരു വസിയ്യത്തുണ്ട്. അവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും ആ വസിയ്യത്ത് സ്വീകരിക്കേണ്ടവരും അത് ഉൾക്കൊള്ളേണ്ടവരും അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടവരുമാണ്. മനുഷ്യരെ സൃഷ്ടിച്ച, മനുഷ്യനെ പരിപാലിക്കുന്ന, സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനം മനുഷ്യന് നൽകിയ സ്രഷ്ടാവായ റബ്ബിൻ്റെ ഒരു വസിയ്യത്താണ്. ആ വസിയ്യത്ത് പാലിക്കുമ്പോൾ നാം അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ അനുസരിച്ചവരായിത്തീരും. അനുസരണമാണ് ഇൽമിൻ്റെ ഏറ്റവും കാതലായ വശം. ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യൻ വർഷങ്ങളോളം ഇൽമ് പഠിച്ചു. ആ ഉസ്താദിൽ നിന്ന് ആ കുട്ടി പഠിച്ചത്, ആ ശിഷ്യൻ പഠിച്ചത് ലാഭമായി എന്ന് വിലയിരുത്തപ്പെടുന്നത് ശരിയാം വിധത്തിലുള്ള അനുസരണം ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ്. അർത്ഥം വെക്കാൻ അറിഞ്ഞു എന്നതുകൊണ്ട് ഇൽമെല്ലാം പഠിച്ചു എന്ന് പറയാൻ പറ്റൂല. ഇൽമിനുള്ള ഏറ്റവും വലിയ ഭംഗിയും അനുസരണമാണ്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കളെ ഉറക്കെ സ്വലാത്തല്ലേ, സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ ലാസ്റ്റ് വരെ എങ്ങനെ ചൊല്ലൂലേ ഇൻഷാ അല്ലാഹ്. അവിടുത്തെ സ്വഹാബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറ്റുള്ള ആളുകൾ വായിച്ചെടുത്തത് അനുസരണമാണ്. മുസ്ലിങ്ങളല്ലാത്തവർ എത്രത്തോളം അവർ തങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കിയത് അനുസരണം കൊണ്ടാണ്. മക്കയിലെ വലിയ പ്രമുഖ നേതാവായ സുഹൈൽ ബിൻ അംർ ഹുദൈബിയ സന്ധിയിൽ കരാറ് പത്രം എഴുതുന്നതിന് വേണ്ടി തങ്ങളെ മുന്നിലെത്തി സംസാരിക്കുമ്പോൾ ഒന്ന് കൈ ഇങ്ങനെ ഉയർത്തി, സംസാരത്തിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും വരുന്ന രീതിയിൽ കൈ ഉയർത്തി. കൈ ചൂണ്ടിയപ്പോൾ നേരെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ആ കൈയിനൊരൊറ്റ തട്ട് കൊടുത്തു. കൈ താത്തി സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ പ്രഗത്ഭനായ നേതാവ്, ജനനേതാവ് നോക്കി ആരാണ് കൈയിന് തട്ടാൻ മാത്രം ഇത്ര ശക്തിയും ബഹുമാനവും അനുസരണമൊക്കെ ഉള്ള ആൾ ആരാ നോക്കിയപ്പോ പഴയ കാലത്ത് മക്കയിൽ ആടിനെ മേച്ച് ജീവിച്ച, വളരെ ദാരിദ്ര്യം കൊണ്ട് പലപ്പോഴും ജീവിതത്തിന്റെ വഴികൾ അറിയാതെ മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ഇസ്ലാം ആ മനുഷ്യന് നൽകിയ ആദരവും ബഹുമാനവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഇൽമിന്റെ ആഴവും മനസ്സിലാക്കി നോക്കുന്ന നേരത്തത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ആണ്. ആ സ്വഹാബിയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഇൽമിന്റെ ബഹുമാനമാണ്, ഭംഗിയാണ് കണ്ടത്. നല്ലോണം ബഹുമാനവും ഇൽമുള്ള ആളുകള് ബാപ്പ ഇരിക്കുന്നിടത്ത്, ഉമ്മ ഇരിക്കുന്നിടത്ത്, ഉമ്മാമ ഇരിക്കുന്നിടത്ത് അവരിയ്ക്കാൻ മടി കാണിക്കും. അത് ഉപ്പ ഇരിക്കുന്ന സദസ്സാണ്, സീറ്റാണ്, അവിടെ എനിക്കിരിക്കാൻ പറ്റൂല. ഉപ്പ ഇരുന്ന് അപ്പുറത്തിരിക്കാൻ വേണ്ടി പറയുമ്പോ അപ്പുറത്തിരിക്കും, ആ വാക്കനുസരിക്കും. ഉപ്പ ഇരിക്കുന്ന ഒരു ചെയറുണ്ട് വീട്ടിൽ, അവിടെ ഞാൻ കയറി ഇരിക്കേണ്ട ആളല്ല. ഞാൻ എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിലും ഉപ്പയോടുള്ള, ഉമ്മയോടുള്ള ബഹുമാനം അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പിൻപറ്റുന്ന ആളാണെങ്കിൽ അവിടെ ഇരിക്കാൻ മടിക്കും. ഉപ്പ ഇങ്ങനെ വരുമ്പോൾ ഉപ്പാന്റെ സീറ്റ് ഇരിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായും ഉപ്പയുടെ മനസ്സിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും, മകന് മകള് എന്നുള്ളവർക്കൊന്നും പറഞ്ഞില്ലെങ്കിലും അനുസരണത്തിന്റെ ചെറിയൊരു കുറവ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉപ്പമാരൊക്കെ അവരുടെ സഹോദരങ്ങൾ, മൂത്ത ആളുകളും ഇളയ ആളുകളും വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാലും വെച്ചിരിക്കുകയാണെങ്കിൽ പറയും, മോനെ എണീക്ക്, മൂത്താപ്പ വരുന്നുണ്ട്, എഴുന്നേൽക്ക് മോനെ, വല്യപ്പ വരുന്നുണ്ട്, എഴുന്നേൽക്ക്, നിന്റെ അമ്മോൻ വരുന്നുണ്ട്, എഴുന്നേൽക്ക്. ഇത് ആ കുട്ടിക്ക് പഠിപ്പിക്കുന്ന ഇൽമ് അനുസരണമാണ്. ഏറ്റവും കൂടുതൽ ഇൽമിന്റെ ഭംഗി നമ്മൾ കാണിക്കേണ്ടത്, ജീവിതത്തിൽ കാണേണ്ടത് അനുസരണത്തിലൂടെയാണ്. അള്ളാഹുവെ അനുസരിക്കണം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം, അവരനുസരിക്കാൻ പറഞ്ഞ മുഴുവൻ തലങ്ങളെയും അനുസരിക്കണം. ആ അനുസരണത്തിൽ മികച്ചു നിൽക്കുന്നവരാണ് ഗുരുനാഥന്മാർ. അതുപോലെ തന്നെ ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും സഹോദരിമാരും, മുതിർന്ന ആളുകൾ, നമ്മേക്കാൾ പ്രായം ചെന്ന ആളുകൾ, നമ്മേക്കാൾ 1 വയസ്സ് 2 വയസ്സിന് മുതിർന്ന ആളുകളാണെങ്കിലും അനുസരിക്കണം.
ഒരു മാസത്തിന് മുതിർന്ന ആളാണെങ്കിലും അനുസരിക്കണം. അനുസരണമാണ് ഇൽമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം സംസാരിച്ചപ്പോ സുഹൈൽ ഇബ്നു അംർ മക്കയിൽ ചെന്ന് തിരിച്ച് മക്കയിലെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ നബിയെ ഒന്നും ചെയ്യാൻ കഴിയൂല. നിങ്ങൾക്കെന്നല്ല, നിങ്ങളെ ഗോത്രം മൊത്തം ഒരുമിച്ച് കൂടിയാലും ആ നബിയെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂല. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ, സ്വഹാബത്തിന്റെ കയ്യിലുള്ള പടക്കോപ്പുകളോ പീരങ്കികളോ കണ്ടിട്ടല്ല, അവർ നൽകിയ ബഹുമാനവും അനുസരണവും ഒരൊറ്റ ഒന്ന് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ സന്നിധിയിൽ പ്രതിനിധികളുടെ നേതാവായി പോയിട്ടുണ്ട്. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, 1ഉം 2ഉം അല്ല, രാജ്യത്തുള്ള ഒട്ടനവധി രാജാക്കന്മാരുടെ മുന്നിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും കാണാത്ത ഒരു കാഴ്ച ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലിക്കൻ ഖത്തു യുഅല്ലിമുഹു മിസ്ല മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ രാജാവിനെയും സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ബഹുമാനവും അനുസരണവും എത്ര കാലം ഈ ആളുകളുണ്ടോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. ആ അനുസരണം എപ്പോഴും ഉണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ സ്വഹാബത്ത് കഴിയാണെങ്കിലും അനുസരിക്കും. അവർക്ക് തങ്ങൾ നൽകിയ ഇൽമിന്റെ ആഴം അങ്ങനെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു ഭാരിച്ച പണിയെടുത്തിട്ട് ക്ഷീണം ബാധിച്ച് വീട്ടിലോ മറ്റോ വിശ്രമിക്കുകയാണെങ്കിൽ ഒരു പ്രാസ്ഥാനിക നേതാവ് എന്ന് നമ്മളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരണം. നമ്മളെ കുടുംബത്തിൽ നിന്നൊരാൾ വന്നിട്ട് പറയും, എല്ലാവരും ക്ഷീണിച്ച് കിടക്കാണ്, അടുത്ത ആഴ്ചയിലേക്ക് മാറ്റണം ഈ പരിപാടി. ഇപ്പോൾ ആരും വരൂല, പനി ബാധിച്ചും ഇന്നലെ ധാരാളം പണികളുണ്ടായിരുന്നു, അവർ ക്ഷീണിച്ച് വീട്ടിൽ വിശ്രമത്തിലാണ്. അതേ സമയത്ത് സ്വഹാബത്തിന്റെ അനുസരണം ഖുർആന് പറയുന്നുണ്ട്. പരിക്ക് പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന സ്വഹാബ, കയ്യിനും കാലിനും തലക്കും നെഞ്ചിനും എല്ലാ ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട് ഉഹദിൽ വെച്ച്. ആ സ്വഹാബത്തിനോട് നേരിടാൻ വേണ്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഒരുങ്ങിയിട്ടുണ്ട് എന്ന് മദീനയിൽ ചെന്ന് വിളംബരപ്പെടുത്തി. നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ജനാവലി സംഘടിച്ചിട്ടുണ്ട്, ബദറിലേക്ക് വരാൻ ഒരുക്കമുണ്ടോ? എല്ലാ പരിക്ക് പറ്റിക്കിടക്കുന്ന സ്വഹാബിമാര് മുഴുവനും എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വലിർറസൂലി മിൻ ബഅദി മാ അസ്വാബഹുമുൽ ഖർഹ്. പരിക്ക് പറ്റിയ ശേഷവും മുറിവ് ബാധിച്ച ശേഷവും വിളിക്ക് ഉത്തരം ചെയ്ത മഹാന്മാർ. എത്രമാത്രം വലിയ ബഹുമാനമാണത്, എത്രമാത്രം വലിയ ഇൽമാണത്. എപ്പോൾ വിളിച്ചാലും വിളിക്ക് ഉത്തരണം ചെയ്യണം എന്ന് ഇൽമ കിട്ടിയപ്പോൾ പരിക്ക് പറ്റിയാലും ഉത്തരം ചെയ്യണം, സന്തോഷത്തിൽ കഴിയുമ്പോഴും ഉത്തരം ചെയ്യണം. പലരും കയ്യും കാലും ഒക്കെ കെട്ടിവെച്ച് കിടക്കുകയാണ്, നിവർത്താൻ കഴിയൂല. ഉഹദിൽ വെച്ച് കിട്ടിയ പരിക്കാണ്. വെട്ട് കിട്ടിയിട്ടുണ്ട്, ഏറ് കിട്ടിയിട്ടുണ്ട്, അമ്പെയ്ത്ത് വന്നിട്ടുണ്ട്, പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്നിധിയിൽ വന്ന് ഗോത്രത്തിലെ ഒരു പ്രമുഖനായ നുഐം ഇബ്നു മസ്ഊദ്, അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, വന്നിട്ട് പറയുന്നു, അബൂ സുഫിയാൻ പറഞ്ഞയച്ചതാണ്, നിങ്ങളുടെ ആളുകളോട് ബദറിലേക്ക് വരാൻ ഒരുക്കമുണ്ടോ എന്ന് ചോദിക്കണം. പരിക്ക് പറ്റി വിശ്രമിക്കുന്ന മുഴുവൻ സഹാബത്തും പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പരിക്ക് പറ്റി ക്ഷീണിച്ച് കിടക്കുന്നവരാണ് ആത്മീയമായ ആവേശത്തോടെ മുന്നോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ അനുസരണം അവർക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ആഴമാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. അത്രത്തോളം അനുസരണം ഉണ്ടായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ബഹുമാനവും സ്ഥാനവുമാണ് നൽകിയത്. അവര് നല്ല സന്തോഷത്തോടുകൂടെ തന്നെയാണ്, പകുതി സന്തോഷത്തോടെയും പകുതി അനുസരണത്തോടെയും വന്നതല്ല, പൂർണ്ണ അനുസരത്തോടെ മുന്നോട്ട് വന്നു. എന്നിട്ട് ബദറിൽ വന്നവര് താമസിച്ചു. അവര് പറഞ്ഞു, ആര് വിളിച്ചാലും ഞമ്മക്ക് പ്രശ്നമില്ല, നമുക്കൊരൊറ്റ കാര്യമേ മുന്നോട്ട് വെക്കാനുള്ളൂ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ദിക്റും ചൊല്ലിയിട്ട് പരിക്കുകളുമായി അവര് ബദറിലേക്ക് വന്നു. ഒരാഴ്ചക്കാലം കാത്തുനിന്നു. അബൂ സുഫിയാനും കൂട്ടരും മക്കയിൽ നിന്ന് അനങ്ങിയില്ല. അവർ ചോദിക്കുന്നു, ഇതെന്താ മനുഷ്യന്മാരെന്നല്ലേ? പരിക്ക് പറ്റി കിടക്കുന്ന ആരും വരൂല എന്ന് കരുതിയിട്ടാണ് ആദ്യം വെല്ലുവിളി നടത്തിയത്. പക്ഷെ അവർക്കെന്ത് പരിക്ക്?
അള്ളാഹു തആല നൽകിയ ഇൽമനുസരിച്ച് ഈമാൻ അനുസരിച്ച് ജീവിക്കുന്ന സ്വഹാബിമാർ ഒറ്റ കാര്യമേ അവരെ മുന്നിലുള്ളൂ, അനുസരണം. അതെപ്പോഴും വേണം, എല്ലാ സന്ദർഭങ്ങളിലും വേണം. അതുകൊണ്ടല്ലേ മദീനക്കാരിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു സന്ദർഭമാണ് ഒരു മറുപടി, അവരുടെ നേതാവിന്റെ ഒരു മറുപടി. മദീനക്കാര് മക്കയിൽ വന്ന് തങ്ങളോട് ഒരു സ്വകാര്യമായി ബൈഅത്ത് ചെയ്തു പോകുമ്പോ പറഞ്ഞ ബൈഅത്ത് എന്താ? മദീനയിൽ വെച്ച് എന്ത് സഹായവും ചെയ്യും, എന്ത് സംരക്ഷണവും തരും. പക്ഷെ ഓർക്കാപ്പുറത്താണ് വിശുദ്ധ റമദാൻ 16-ന് മദീനയിൽ നിന്ന് ഒരു ചെറിയ സംഘത്തെ, യാത്രാ സംഘത്തെ ഒന്ന് തടഞ്ഞുകൊണ്ട് സമ്പത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുറപ്പാടാണ്. അത് മറ്റൊരു വഴിയായി മാറിയപ്പോ മുഹാജിറുകളാകെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. 200-ലധികം വരുന്ന അൻസാറുകളാണ് കൂട്ടത്തിലുള്ളത്. മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങൾ എന്തിനും ഒരുക്കമാണെന്ന് ഉറപ്പന്നല്ലേ, നാടും വീടും വിട്ടോടിയിട്ടല്ലേ മദീനയിലേക്ക് വന്നത്, സമ്പത്തൊന്നും പ്രശ്നാക്കാതല്ലേ വന്നത്. പക്ഷെ ബഹുഭൂരിപക്ഷം അൻസാറുകളാണ്. തങ്ങൾ മൗനം പാലിച്ചപ്പോ അൻസാറുകളെ നേതാവ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് ചോദിച്ചു, ഞങ്ങളെ തീരുമാനമാണോ തങ്ങൾക്കറിയേണ്ടത്? അതേ, നിങ്ങളെ തീരുമാനമാണ്. ഞങ്ങളെ മൊത്തം അൻസാറുകളുടെ തീരുമാനം ഞാനങ്ങ് പറയട്ടെ നബിയേ. തങ്ങൾ ഞങ്ങളോട് പറയുന്നത്, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പർവ്വതം, ഒരു അഗ്നിപർവ്വതം മുറിച്ച് അപ്പുറത്തേക്ക് നിങ്ങൾ കടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് റെഡിയാണ്. കരകാണാത്ത കടല് നീന്തി കടക്കണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളോട് എന്താണോ തങ്ങൾ കൽപ്പിക്കുന്നത് മുഴുവൻ സംഗതികൾക്കും ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ഒരു വിഷയത്തിലും പിറകോട്ട് നിൽക്കൂല. തങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കാൻ റെഡിയാണ്. കൂട്ടത്തിൽ അവർ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഞങ്ങൾ അങ്ങനെ പറയൂല. അനുസരണക്കേടിന്റെ വർത്തമാനമാണ് അവർ പറഞ്ഞ്. കട്ടിത്തേനും കാടപ്പക്ഷിയും നന്നോണം കിട്ടിയിട്ട്, ഒരു ബില്ലും അടക്കാതെ നല്ല സുഭിക്ഷമായ രീതിയിൽ ജലാശയങ്ങൾ കിട്ടിയിട്ട്, ഇഷ്ടം പോലെ സുഭിക്ഷമായ ജീവിതം അല്ലാഹു നൽകിയിട്ട്, ധിക്കാരികളായ ഒരു വിഭാഗത്തോട് നേരിടാൻ വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞു വിളിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഹുനാ ഖാഇദൂൻ. നിങ്ങളും പടച്ചോനും പോയി സമരം ചെയ്യുക, നിങ്ങളും റബ്ബും പോയി ഏറ്റുമുട്ടുക, ഞങ്ങൾ ഇവിടെ വീട്ടിൽ വിശ്രമിച്ചു കൊള്ളാം. ഞങ്ങൾ അങ്ങനെ പറയൂല. പകരം ഞങ്ങൾ പറയുന്നത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. തങ്ങളും റബ്ബും ഞങ്ങളെ ക്ഷണിക്കുന്നത് ഒരു സമരത്തിലേക്കാണെങ്കിൽ ഞങ്ങളും കൂടെയുണ്ട്. ഒരു പ്രതിസന്ധിയും ഞങ്ങൾക്കില്ല. കയ്യിൽ എന്താണുള്ളത്? ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതിയിട്ടുണ്ടോ? ആ അനുസരണമാണ് സ്വഹാബത്തിന് ഏറ്റവും വലിയ ബഹുമാനവും സ്ഥാനവും നൽകിയത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ആ മുഖം നമ്മൾ മറക്കരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോടൊരു വസിയ്യത്ത് നിർദ്ദേശിക്കുകയാണ്. ആ വസിയ്യത്തിൽ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന, അറിയുന്ന ആളുകളായി മാറുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.